ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ള കറിക്കൂട്ടുമായിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനൊരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു 10-15 മിനിറ്റോളം ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ അകത്ത് പുഴുവും ഒക്കെ ഉണ്ടാകും കേട്ടോ. പുഴുവും വണ്ടും ഒക്കെ ഉണ്ടാകും. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൽ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നേ വരെ ഈ രീതിക്കൊക്കെ നമ്മുടെ കോളിഫ്ലവർ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ തയ്യാറാക്കുന്നത് നമ്മുടെ മാഗി മസാലയും ടൊമാറ്റോ സോസും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി റെഡിയാക്കി നോക്കണം. നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും നമ്മുടെ അപ്പത്തിനൊപ്പം ആണെങ്കിലും ദോശയ്ക്കൊപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രമാണ്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഏത് പാത്രത്തിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റല്ല, ചതച്ച് തന്നെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരത്തില്ലേ, ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പം ഭയങ്കരമായിട്ട് മൂപ്പിക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാനിവിടെ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയുടെ പകുതി മാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു കോളിഫ്ലവറിൻ്റെ കറിക്ക് പുളി കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. കുഞ്ഞു തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുവാണേ. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിക്കൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ വരെ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതായ കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാരും എനിക്ക് ലൈക്കൊന്നും തരാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം എനിക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മാത്രം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ.
അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ഒരു വലിയ സ്പൂണിൽ ഗരം മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ ഹാഫ് കുക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മൂടി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. മൂടിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കോളിഫ്ലവറിൻ്റെ രുചി കൂട്ടാനായിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ മാഗി മസാലയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മാഗി മസാല വെച്ചിട്ട് നമുക്ക് മാഗി മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഇതേപോലെയുള്ള കറികൾക്കും നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 വലിയ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കറി ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അപാര രുചിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഒന്നും കൂടി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കറി വറ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേ രീതിക്കാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ കറി ഇരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതേ രീതിക്കായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.